അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറി. അമൃത ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ നവീകരണ പ്രവൃത്തികൾ നടത്തിയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റിയത്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനായി ഇനിയും വിവിധ വികസന പദ്ധതികൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടപ്പിലാക്കും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ യാത്രക്കാരുടെ കൂടുതൽ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം. ഇപ്പോൾ വികസന പാതയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതി നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയതിലൂടെ റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറി. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതി പ്രകാരം കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയാണ് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത്. 19.62 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കി. പ്ലാറ്റ്ഫോമുകളുടെ നീളത്തിനനുസരിച്ച് മേൽക്കൂരകൾ നിർമ്മിച്ചു. പഴയ കെട്ടിടത്തിന്റെ പൂമുഖ മണ്ഡപം പൊളിച്ചു നീക്കി വലിപ്പത്തിൽ നിർമ്മിച്ച പൂമുഖ മണ്ഡപം ആകർഷകമാക്കി. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് പൂന്തോട്ടം ഒരുക്കി മനോഹരമാക്കി. കൂടുതൽ സൗകര്യത്തിൽ ഓഫീസുകളും സജ്ജമാക്കി. ടിക്കറ്റ് കൗണ്ടറും വിപുലീകരിച്ചു. നിലവിൽ ഉണ്ടായിരുന്ന വിശ്രമ കേന്ദ്രത്തിനു പുറമെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രവും ഒരുക്കി. സ്റ്റേഷനിലെ 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് മേൽനടപ്പാലം നിർമ്മിച്ചു. മേൽനടപ്പാലത്തിന്റെ 2 ഭാഗങ്ങളിലും ലിഫ്റ്റുകൾ സജ്ജമാക്കി. പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു. 3.5 മീറ്റർ വീതി മാത്രമുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് 8 മീറ്ററാക്കി വീതി കൂട്ടി നിർമ്മിച്ചു. റോഡിന് വശത്ത് നടപ്പാതയും നിർമ്മിച്ചു. കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് കൂടുതൽ വിസ്തൃതിയിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കി. യാത്രക്കാരുടെ സൗകര്യത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഘട്ടം ഘട്ടമായുള്ള പദ്ധതികളാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയത്. ഇനിയും പുതിയ വികസന പദ്ധതികൾ നടപ്പിൽ വരും. യാത്രക്കാർ പാളം മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കാൻ ഒരു മേൽനടപ്പാലം കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതാണ്. നിലവിൽ 16 കോച്ചുകൾ നിർത്താനുള്ള സൗകര്യമാണ് ഉള്ളത്. 24 കോച്ചുകൾ നിർത്തിയിടാൻ സൗകര്യത്തിൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. ഈ പ്രവൃത്തികൾക്കായി 10.51 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതോടെ ഷൊർണൂരിൽ നിന്നും ദീർഘദൂര ട്രെയിനുകളടക്കം നിലമ്പൂരിലേക്ക് നീട്ടാൻ സാധ്യമാവും. ഇപ്പോൾ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുവാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.